ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وصل على جميع الأنبياء رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا رب هيئ لنا من أمرنا رشدا واجعل يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഒരുപാട് ഇന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ അടുത്ത് കുറച്ച് കാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അപവാദമാണ് ലവ് ജിഹാദ്. സത്യത്തിൽ ഇത് പങ്കുവെക്കപ്പെടേണ്ടത് യുവ സഹോദരങ്ങളോടാണ്. അവർക്കാണ് ഏറ്റവും വലിയ തിരക്കുകൾ. അവർക്ക് ഇതൊന്നും കേൾക്കാനുള്ള സമയമൊന്നുമില്ല. അതിനേക്കാൾ വലിയ തിരക്ക് കൊണ്ടുപോവുകയാണ് പലരും. ഏതായാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം ويحفظوا فروجهم ذلك أزكى لهم إن الله خبير بما يصنعون. സൂറത്ത് നൂറിൽ 30-ാമത്തെ വചനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചിട്ടുള്ളത്. മുഅ്മിനീങ്ങളെ, നമുക്കറിയാം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെതിരെ വർത്തമാന കാലത്ത് ഏറ്റവും കൂടുതൽ പല കോണുകളിൽ നിന്നും ഇസ്ലാമിക വിരോധികൾ എയ്തുവിടുന്ന വിഷലിപ്തമായ അസ്ത്രങ്ങളിൽ ഒന്നാണ് ലവ് ജിഹാദ്. സത്യത്തിൽ ലവ് ജിഹാദ് മാത്രമല്ല, ഒരുപാട് ജിഹാദുകൾ, സിനിമാ ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, പുതിയ ജിഹാദായി കടന്നു വന്നിട്ടുണ്ട്. ഏതോ ആവട്ടെ, ഇന്ന് നിങ്ങളുമായി പറയാൻ ഉദ്ദേശിക്കുന്നത് ലവ് ജിഹാദിന്റെ വസ്തുത അല്ലെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് നമ്മുടെ ആളുകൾക്ക് പോലും അത് അറിഞ്ഞുകൂടാ. പല കള്ളക്കണക്കുകളും നിരത്തി പലരും ചാനലുകളിൽ വന്നുകൊണ്ട് മീഡിയകളിലൂടെ ഇസ്ലാമിനെതിരെ ഈ വശങ്ങൾ ഇങ്ങനെ വമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആളുകൾ ഇങ്ങനെ ഒന്നും അറിയാത്ത വിഡ്ഢികളായി മാറുന്നു എന്നതിൽ സങ്കടമുണ്ട്. ഏതോ ആവട്ടെ പ്രിയമുള്ളവരെ, നമുക്കറിയാം തമ്മിൽ ചേരാത്ത രണ്ട് പ്രയോഗമാണ് അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളെയാണ് ഇവർ ചേർത്ത് കെട്ടി ഇസ്ലാമിനെതിരെ ആക്ഷേപിക്കുന്നത്. ഒന്ന് ലവ്, മറ്റൊന്ന് ജിഹാദ്. ആദ്യം നമ്മൾ ജിഹാദ് എന്താണെന്ന് പഠിക്കണം. വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ടുന്ന, പ്രതിപാദിക്കേണ്ടുന്ന വിഷയമാണ് ജിഹാദ്. ഇവിടെ പറയാൻ സമയമില്ല, എങ്കിലും ഒറ്റ വാക്കിൽ പറയാം. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി അവന്റെ അടിമ ചെയ്യുന്ന കഠിന പരിശ്രമത്തിനാണ് ജിഹാദ് എന്ന് പറയുന്നത്. അതിലൊരുപാട് തലങ്ങളുണ്ട്, മേഖലകളുണ്ട്. നമുക്കറിയാം, അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം യുദ്ധക്കളത്തിലേക്ക് പോകാൻ സമ്മതം ചോദിച്ചു വന്ന സ്വഹാബിയോട് നബി തങ്ങൾ പറഞ്ഞത്, നിന്റെ മാതാവോ പിതാവോ ജീവിച്ചിരിപ്പുണ്ടോ? വൃദ്ധരായ മാതാപിതാക്കളുണ്ടോ? ഉണ്ടെന്ന് ആഗതൻ പറഞ്ഞപ്പോ, എങ്കിൽ അവർക്ക് വേണ്ടി നീ സേവനം ചെയ്യുക, അവരെ പരിചരിക്കുക, പരിപാലിക്കുക,
പ്രാപ്തരാക്കുക. അതാണ് നിന്റെ ജിഹാദ് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇതൊക്കെ ജിഹാദാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ജിഹാദ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള കടുത്ത പരിശ്രമം. പ്രിയമുള്ളവരെ, എന്നാൽ ജിഹാദിനെ കുറിച്ച് നമുക്ക് വിശദീകരിച്ചു തന്ന ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഏറ്റവും വലിയ ജിഹാദ് അത് ജിഹാദുൽ അക്ബറാണ്. വലിയ ജിഹാദ്, അതിന് വലിയ ജിഹാദ് വേറെയില്ല. നോക്കണേ, നബിയും സഹാബത്തും ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരവേ ഒരു സ്ഥലത്ത് വിശ്രമിക്കുമ്പോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളോട് പറയുകയാണ്, സ്വഹാബ, വിശ്രമിക്കാൻ സമയമായിട്ടില്ല. ഇതിനേക്കാളും കടുത്ത വലിയ ഒരു ജിഹാദ് നമുക്ക് ചെയ്യാറുണ്ട്. അതാണ് ജിഹാദുൽ അക്ബർ. ഇതൊക്കെ ചോട്ടാ ജിഹാദ്. അപ്പൊ സഹാബാക്കള് സങ്കടത്തോടെ ചോദിക്കുന്ന, ആശ്ചര്യത്തോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നബിയേ, ഈ യുദ്ധത്തിൽ നമുക്ക് ഒരുപാട് പരിക്കുകൾ പറ്റി, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഷഹീദായി, ഇനി ഇതിനേക്കാളും വലിയൊരു ജിഹാദ് ഉണ്ടോ? ഉണ്ട് സഹാബ. അതേതാണെന്ന് അറിയുമോ? ജിഹാദുൽ അക്ബർ ഹുവ ജിഹാദുൻ നഫ്സ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വന്തം ശരീരത്തോടുള്ള ജിഹാദാണ്. സ്വന്തം ശരീരത്തോടുള്ള ജിഹാദ്. എന്താണ് ഈ സ്വന്തം ശരീരത്തോടുള്ള ജിഹാദ്? നോക്കണേ, ഇന്നി ബുലിതു ബി അർബഇൻ മാ സുല്ലിതു ഇല്ലാ ലിതൂലി ശഖാവതി വഅലായി ഇബ്ലീസു വദ്ദുനിയാ വനഫ്സി വൽ ഹവാ കൈഫൽ ഖലാസ് വകുല്ലുഹും അഅദായി. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുക്കള് നാലെണ്ണമാണ്. ഈ നാലെണ്ണത്തിനോട് പടവെട്ടി അവയെ കീഴ്പ്പെടുത്തി അവയോട് ജിഹാദ് ചെയ്ത് വിജയിച്ചല്ലാതെ ഒരു മനുഷ്യരൊരിക്കലും വിജയം വരിക്കാൻ കഴിയില്ല. ആശയം വളരെ വിശാലമാണ്, സമയപരിമിതി കൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. എന്താണ് ഈ ജിഹാദുൻ നഫ്സ്? വനഹൻ നഫ്സ അനിൽ ഹവാ. മനസ്സിനെ, ശരീരത്തെ നിയന്ത്രിക്കുക. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത, അല്ലാഹു അരുതെന്ന് പറഞ്ഞ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അവയിൽ നിന്ന് സ്വശരീരത്തെ നിയന്ത്രിക്കുന്നവരാരോ, ശരീരത്തിന്റെ മോശമായ ആഗ്രഹങ്ങളെ കടിഞ്ഞാണിട്ട് ജീവിക്കുന്നതാരോ അവനാണ് സ്വശരീരത്തോട് ജിഹാദ് ചെയ്യുന്നവൻ. പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ മനസ്സിലാക്കണം, സ്വശരീരത്തിന്റെ, സ്വന്തം ശരീരത്തിന്റെ ആഗ്രഹമാണ് അനാവശ്യ പ്രണയം, അവിഹിത ബന്ധങ്ങൾ. അത് ശരീരത്തിന്റെ ദാഹമാണ്, ആഗ്രഹമാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കണേ, ഈ ലവ് എന്ന് പറയുന്നതിന് 3 മുഖങ്ങളുണ്ട്. ലവ് എന്ന് പറഞ്ഞാൽ അതിന് 3 മുഖം എന്ന് പറഞ്ഞാൽ പ്രേമം, പ്രണയം, ഇഷ്ടം, സ്നേഹം എന്നർത്ഥം കൊടുത്തത് അതിന് 3 മുഖമുണ്ട്. ഇതൊക്കെയാണ് 3 മുഖം. ഒന്ന് ഫർള് ആയ പ്രേമമുണ്ട്, സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്. അതേതായി ഫർളായ നിർബന്ധമായി സ്നേഹിക്കേണ്ടതുണ്ട്. അതാരോടാണ്? മഹബ്ബത്തുല്ലാഹ്, അല്ലാഹുവിനോടുള്ള സ്നേഹം നിർബന്ധമാണ്. സൂറത്ത് തൗബയിൽ അല്ലാഹു പറയുന്നുണ്ട്. അതുപോലെ അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹം നിർബന്ധമാണ്. മാതാപിതാക്കളോടുള്ള സ്നേഹം നിർബന്ധമാണ്. ഇനി നോക്കൂ പ്രിയമുള്ളവരെ, സുന്നത്തായ മഹബ്ബത്തുണ്ട്, പ്രേമമുണ്ട്, പ്രണയമുണ്ട്. അതാരോടാണ്? വിശ്വാസികൾ തമ്മിൽ, സഹജീവികൾ തമ്മിൽ, അയൽവാസികൾ തമ്മിൽ, സഹയാത്രികൾ തമ്മിൽ, സഹപാഠികൾ തമ്മിൽ പരസ്പരം ഇഷ്ടമുള്ളത്, സ്നേഹമുള്ളത്, ഇതിനൊക്കെ സുന്നത്തായ മുഹബ്ബത്തിന്റെ ഗണത്തിൽപ്പെടുത്താം. എന്നാൽ ഹറാമായ പ്രേമമുണ്ട്, സ്നേഹമുണ്ട്, ലവ് ഉണ്ട്. അതേതാണത്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഹറാമായ ലവ് എന്ന് പറഞ്ഞാൽ അന്യ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സ്നേഹം. അത് ഹറാമാണ്, ഹറാമാണ്, ഹറാമാണ്. നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് അതൊക്കെ വളരെ നിസ്സാരവൽക്കരിക്കപ്പെട്ടതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ വീടുകളിൽ നിന്ന് കാണാം. കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മക്കൾക്ക് പരസ്പരം ശൃംഗരിക്കാനും, എന്തിനേറെ പാർക്കിൽ പോകാനും, ബീച്ചിൽ പോകാനും, ഐസ്ക്രീം നുകരാനും, പാതിരാ സമയങ്ങളിൽ പോലും പരസ്പരം ചാറ്റ് ചെയ്യാനും, സംസാരിക്കാനും കയറൂരി വിടുന്ന എത്രയോ കുടുംബങ്ങൾ നമുക്കിടയിലുണ്ട്. ഞാൻ ഈ അടുത്ത നിശ്ചയത്തിന് പോയപ്പോ ഈ കെട്ടാൻ പോകുന്ന സെക്കൻഡ് അനിയൻകുട്ടി വന്നിട്ടുണ്ട് കൂടെ. അപ്പൊ അവന്റെ കയ്യിൽ
പൊടിയുണ്ട്. അപ്പൊ ഞാനിങ്ങനെ അടുത്ത് മോനത്തെ എന്തായി പൊടി? അത് ഉസ്താദെ ഫോണാണ്. ആർക്കാ മോനെ ഫോണ്? ഇത് ഞങ്ങൾ താത്താക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ഒന്ന് ആലോചിക്കും, എനിക്ക് ആദ്യം കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊരു സർവസമ്മതമായി നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ മതത്തിൽ നിന്ന് ആരൊക്കെയോ കയറ്റിക്കൂട്ടി. നമ്മൾ ആലോചിക്കണം, നമ്മുടെ മക്കളെ അന്യപുരുഷനുമായി സംസാരിക്കുന്നതിൽ, കാണുന്നതിൽ, ഇടപെടുന്നതിൽ നിയന്ത്രിച്ചിരുന്ന നാം നിശ്ചയം കഴിഞ്ഞു എന്നൊരൊറ്റ കാരണത്താൽ നമുക്ക് അങ്ങനെ അനുവദിക്കാൻ എവിടെയാണ് മതം നിയമം പഠിപ്പിച്ചത്? നിക്കാഹ് കഴിയാത്ത കാലത്തോളം കൊടും പാപത്തിന് വീട്ടുകാരും നാട്ടുകാരും കാശ് ചെയ്യുന്നതല്ലേ നമ്മൾ കാണുന്നത്. ഇനി ഫോണ് കൊടുത്തില്ലെങ്കിൽ ഒരുപാട് ഫോണ് വിളിച്ചു പറയാ അതിന് പണിയില്ല, വിളിക്കുന്നുണ്ട്. ആര്? ഏതോ അന്യപുരുഷൻ, നിക്കാഹ് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ അറിയണം, ഇത്തരത്തിൽ ഫോൺ ചെയ്ത് അവിഹിത ബന്ധത്തിലായി നിക്കാഹ് നടന്ന ഒരുപാട് അനുഭവ കഥകൾ എനിക്ക് പറയാനുണ്ട്. ഒരിക്കൽ ഒരു സുഹൃത്ത് പറഞ്ഞു, ഉസ്താദെ മോളെ കല്യാണമൊക്കെ ശരിയായിട്ടുണ്ട്, ഒരു 5-8 മാസം കഴിഞ്ഞിട്ടാണ് കല്യാണമൊക്കെ നടക്കുന്നത്, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ആവട്ടെ ഒന്നുമില്ല, സമയമാവട്ടെ എന്ന് പറഞ്ഞു. പെട്ടെന്ന് 2-3 മാസം കഴിഞ്ഞപ്പോൾ ഉസ്താദെ അടുത്ത ആഴ്ച മോളെ നിക്കാഹാണ്, കൂട്ടിക്കൊണ്ടുപോകാൻ എന്തേ പറ്റിയ എന്തേ പെട്ടെന്ന് ഈ നയൊക്കെ മാറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒന്നുമില്ല ഉസ്താദ് പറയേണ്ട, അതൊക്കെ അങ്ങനെ ആയിപ്പോയി, ബാക്കിയുള്ള ഞാൻ വിശദീകരിക്കണ്ടല്ലോ. അങ്ങനെ എത്ര സംഭവങ്ങളുടെ എത്ര സംഭവങ്ങൾ നിശ്ചയിക്കപ്പെട്ട ദിവസത്തിന് മുമ്പ് തന്നെ ബന്ധം വേണ്ടാന്ന് ചുതാറാൻ കിട്ടേണ്ടതൊക്കെ കിട്ടി, ഇത് അങ്ങനെ വേണ്ട, നീ നിന്റെ പണി കൊടുക്കുന്നു പറഞ്ഞ് എത്ര കേസുകളുണ്ട് നിങ്ങൾക്ക്? ഒരു മഹല്ലിന്റെ ഇമാമോ ഇത്തരം 100 കേസുകൾ പലപ്പോഴും കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ അവിടെ ഒന്നും കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കാണുന്നത്, സംസാരിക്കുന്നത്, ഇടപെടുന്നത്, അവർ തമ്മിൽ അതിലൂടെയാണല്ലോ പ്രണയം മുട്ടിടുന്നത്. ഇതെല്ലാം കടുത്ത ഹറാമായിട്ടാണ് പരിശുദ്ധ മതം പഠിപ്പിച്ചിരിക്കുന്നത്. ഏതുവരെ? സ്വന്തം സഹോദരന്റെ ഭാര്യ വരെ അന്യ സ്ത്രീയാണ്. കാരണം അവരെ കെട്ടൽ ഹറാമില്ലാത്തവരാണ്. അവരെ പോലും കാണുന്നത് തന്റെ കുടുംബത്തിലുള്ള ഭർത്താവിന്റെ വിവാഹ ബന്ധം ഹറാമില്ലാത്ത ഏതൊരു പെണ്ണുണ്ടോ, ഏതൊരു പുരുഷനുണ്ടോ, അവർ തമ്മിലുള്ള ബന്ധം മരണ തുല്യമാണെന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഡേഞ്ചർ വേറൊന്നുമില്ല. നമ്മൾ പറയും അതെന്താ, അത് എന്റെ അച്ഛനാണ്, എന്തോ വന്നതാണ്, ആർക്കും പ്രശ്നമില്ല, അത് ഇളയച്ഛനാണ്, അത് മൂത്തച്ഛനാണ്, ഒരു പ്രശ്നമില്ല. കാരണം ആളുകൾക്ക് ഇത് സില്ലിയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നത് ഈ മേഖലയിലാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഞാൻ അങ്ങോട്ടൊക്കെ വിശദമായി കടന്നാൽ എന്റെ സമയം തെറ്റിപ്പോകും, വിഷയങ്ങൾ മാറിപ്പോകുന്നതിലൂടെ കൂടുതൽ അങ്ങോട്ട് കടക്കുന്നത്. ഞാൻ പറഞ്ഞത്, പ്രിയമുള്ളവരെ, ഇസ്ലാമിക കാഴ്ചപ്പാട് അന്യ സ്ത്രീ പുരുഷനും തമ്മിൽ കാണുന്നതും സംസാരിക്കുന്നതും പ്രണയിക്കുന്നതും ഹറാമാണെന്ന് പറഞ്ഞ ഈ ഹറാമ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ആളെ കൂട്ടാൻ പറ്റുക? അതെങ്ങനെയാണ് യോജിപ്പിച്ചു വരിക? നിങ്ങൾ ആലോചിക്കണം. കടുത്തൊരു ഹറാമ് ചെയ്തിട്ടാണോ പരിശുദ്ധ മതത്തിലേക്ക് ആളെ കൂട്ടേണ്ടത്? നമ്മൾ നോക്കണം, ഇസ്ലാമിന്റെ ആ വിഷയത്തിലുള്ള കാഴ്ചപ്പാടുകൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നോക്കണേ, അന്യ സ്ത്രീ പുരുഷ ദർശനം പോലും ഹറാമാക്കിയ മതമാണ് ഇസ്ലാം. പ്രണയിക്കല് പോട്ടെ, ദർശനം കാണൽ പോലും ഹറാമാക്കി. എന്തുകൊണ്ട്? ദർശനത്തിലൂടെയാണ് ആകർഷണം വരുന്നത്, ആകർഷണത്തിലൂടെയാണ് സ്പർശനം വരുന്നത്. കുറെ ഇങ്ങനെ കണ്ട് 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 അവസാനം മനസ്സിൽ ഇങ്ങനെ പുതിയാവും, എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന് തൊടണം, അങ്ങനെയാണല്ലോ. അങ്ങനെ തൊടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മനസ്സാകർഷിച്ചു, പിന്നെ അത് തൊടാനുള്ള ശ്രമങ്ങളാണ് നടക്കുക. അപ്പൊ അതുകൊണ്ട് ഇസ്ലാം എന്താ ചെയ്യുന്നറിയോ? വളരെ 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 ചിന്താർഹമായ ആയത്ത് സൂറത്തുൽ നൂറിൽ കാണാം. അല്ലാഹു പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. നബിയേ, മുഅ്മിനീങ്ങളോട് പറയണം നബിയേ, അവരുടെ കണ്ണടക്കാൻ പറയൂ. പിന്നെയാണ് പറഞ്ഞത് വയഹ്ഫളൂ ഫുറൂജഹും, അവരുടെ ലൈംഗികാവയവങ്ങൾ സൂക്ഷിക്കാൻ പറയൂ. ഇവിടെ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു പ്രയോഗമാണ് ഇത്. ആദ്യം അവരവരുടെ ലൈംഗികാവയവങ്ങൾ അടക്കട്ടെ, പിന്നെ കണ്ണടക്കട്ടെ എന്നല്ല പറഞ്ഞത്. ആലോചിച്ച് നോക്കി, ആദ്യം കണ്ണടക്കുക എന്ന് പറഞ്ഞാൽ പരസ്പരം കാണുന്ന മേഖല അങ്ങോട്ട് അടക്കുക. കണ്ടെങ്കിലല്ലേ ശരീരത്തില് എന്താ പറയാ, മനസ്സിന് മോഹോദിച്ച് തുറന്നത് ബുദ്ധിമുട്ട് കാണാതിരുന്ന കുഴപ്പമില്ലല്ലോ. അപ്പൊ ഖുർആൻ പറഞ്ഞ പ്രയോഗം ആദ്യം കണ്ണടക്കട്ടെ, കാണുന്ന അവസരങ്ങൾ പരമാവധി അവർ നിയന്ത്രിക്കട്ടെ. നോക്കണം, അങ്ങനെ നിയന്ത്രിച്ചാലേ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അത് കുറെ ഇങ്ങനെ കണ്ട് കണ്ട് മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ട് നടന്ന അവസാനം നിയന്ത്രിക്കുന്ന കിട്ടിയെന്ന് വരില്ല, പിടിച്ചാൽ കിട്ടൂല. അതാണ് അല്ലാഹുവിന്റെ ഹിക്മത്ത്. നോക്കണം നിങ്ങള്, ഇനി നോക്കണം. ഉടുധാരമുഖി മൃഗരാജകടി ഗജരാജ വിരാജിത മന്നക
വസതി ഇസായുബദി ഹൃദയേ വസതി ഖജബ ഖദബ ഖസമാലി ബിദി. കാളിദാസ് എന്ന കവി പറഞ്ഞ വാക്കാണ്. എന്താണ് ഈ പറഞ്ഞതെന്നറിയോ? ഈ ആയത്തിലേക്ക് വളരെ ഫിറ്റായിട്ടാണ് അയാൾ പറഞ്ഞത്. എന്ത്? നക്ഷത്രക്കണ്ണുള്ള ഒരു മുഖമുള്ള പെണ്ണ്, മൃഗരാജകടി. മൃഗരാജാവ് എന്ന് പറഞ്ഞാൽ സിംഹം, സിംഹത്തിന്റെ ഇതുപോലെയുള്ള അരക്കെട്ട്. പിന്നെയോ ഗജരാജവിലാസിത മന്ദഗതി, ആനയുടെ പോലുള്ള നടത്തം, കുടുങ്ങി കുടുങ്ങി നടക്കുന്നൊരു പെണ്ണ്. ഹൃദയ വസതി, ഒരാണിന്റെ കണ്ണിലങ്ങോട്ട് കണ്ടാൽ അത് മനസ്സിൽ അങ്ങോട്ട് ഇടം പിടിച്ചാൽ പിന്നെന്ത് ജപം, പിന്നെന്ത് തപസ്, പിന്നെന്ത് പ്രാർത്ഥന. ചില കല്യാണത്തിനൊക്കെ പോയാല് ഇങ്ങനെ എന്താ പറയാ, ഈ തെണ്ടിച്ചിരുന്ന പരിപാടിയൊക്കെയാണല്ലോ പലർക്കും ഉണ്ടാവുക. അത് എല്ലാരും കണക്കാ വിഷയത്തില്ല. എല്ലാ വീട്ടിലും ഇപ്പൊ വ്യാപക അങ്ങനെ തെണ്ടി തിന്നുമ്പോ അങ്ങോട്ട് മുട്ടി. ഇതാണെങ്കിലോ പരമാവധി പെണ്ണുങ്ങളൊക്കെ നല്ല വസ്ത്രങ്ങളൊക്കെ ഇട്ട് ആകർഷിപ്പിക്കുന്ന പോലെ കെട്ടിയത് കല്യാണത്തിന് വരുമ്പോഴാണ്. ടൈറ്റ് കിറ്റൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു കുട്ടിക്കോള തട്ടിക്കോളം എന്ന് പറഞ്ഞ വരുന്ന കോലത്തിലാണ് വരുന്നത്. അപ്പൊ അങ്ങനെ കല്യാണത്തിലൊക്കെ പോയി ഇതൊക്കെ തട്ടിയും കുട്ടിക്കോളെ നിന്നവർക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നമസ്കരിക്കുന്ന കയ്യെട്ടി കഴിഞ്ഞാൽ ഓരോ ചെയ്ത് മനസ്സിലാവും. ആലോചിക്കണം. ഇതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് കണ്ണടക്കുക, കാണേണ്ട അവസരം. പണ്ടൊക്കെ നമ്മുടെ കല്യാണം എത്ര മാന്യായിരുന്നു. സ്ത്രീകൾ വേറെ പുരുഷന്മാർ വേറെ. എന്തേ അതൊക്കെ അന്യായി മാന്യമായി പോയത്? അതൊക്കെ എന്തേ മാന്യം നിർത്തപ്പെട്ടത്? അതിലൂടെ അപകടങ്ങൾ ഒരുപാട് വ്യാപകമായി കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, എണ്ണം നിളകി നടന്നാൽ പിന്നെ കണ്ണ് കുരുടനും നോക്കി പോകും. സത്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇനി വിനീങ്ങളായ ആണുങ്ങളോട് കണ്ണടക്കാൻ പറഞ്ഞവർ ലൈംഗികാവയവം സൂക്ഷിക്കാൻ പറഞ്ഞെങ്കിൽ പെണ്ണിനോട് കൊടുത്ത നിർദ്ദേശം കൂടി കേൾക്കണേ. മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങളെ നിങ്ങൾ കണ്ണടക്കണം. രണ്ടാമത് പറഞ്ഞു അവരുടെ ലൈംഗികാവയവങ്ങൾ സൂക്ഷിക്കണം. കഴിഞ്ഞില്ല, അവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കല്ല. കല്യാണത്തിന് പോകുമ്പോ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ വലിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച് മറ്റുള്ളവർ ആകർഷിക്കും വിധമുള്ള കോലം കെട്ടി പുറത്തു പോകല്ല പെണ്ണെ. ഒരു പെണ്ണ് സൗന്ദര്യം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അവൾ അണിഞ്ഞൊരുങ്ങേണ്ടത്, അവൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കേണ്ടത്, ആകർഷിപ്പിക്കേണ്ടത് അവളുടെ ഭർത്താവിനെ മാത്രമാണെന്ന് ഖുർആൻ പറയുമ്പോ നോക്കണം. അവിടെ ഒരു പ്രയോഗം കൂടിയുണ്ട്. പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ നിങ്ങൾ നിങ്ങളുടെ തട്ടമിടേണ്ടത് മുടി മറക്കാനല്ല, മുക്കോണം തട്ടമല്ല, ഇത്തിരി മുടി മാത്രം മറച്ച് നടക്കാനല്ല. ഇസ്ലാം പഠിപ്പിച്ചത് അവരുടെ ആ തലയിലിടുന്ന തട്ടം കൊണ്ട് അവരുടെ മാറിടം മറക്കണമെന്ന് എത്ര പേരത് അനുശാസിക്കുന്നുണ്ട്, എത്ര പേരത് അനുസരിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നത് മാറിടം കൂടി മറയുമാറുള്ള തട്ടമിടണമെന്ന. അത് കാണുക നമ്മുടെ പഴയ ഉമ്മമാരിൽ മാത്രം, പുതുതലമുറയിൽ കാണാനേ ഇല്ല എന്നതാണ് വളരെ സങ്കടകരം. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ പുറത്തിറങ്ങുമ്പോ പലപ്പോഴും പുരുഷന്മാരുടെ കണ്ണുള്ളവന്റെ കണ്ണ് പ്രധാനമായും ദൃഷ്ടി പതിയുന്നത് ഏത് ഭാഗത്തേക്കാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് ഖാലിഖായ റബ്ബിനറിയാം. ഒരു മനുഷ്യന്റെ എന്താ പറയാ വൈകാരികമായ അവസ്ഥ റബ്ബിനറിയാം, സൃഷ്ടിച്ചവർ. അതുകൊണ്ട് ആ റബ്ബ് അവിടെ നിയന്ത്രണം വെച്ചു. ഇതൊക്കെ മറച്ച് മൂടി പുറച്ച് നടക്കാനാണ് പറഞ്ഞത്. നോക്കണേ പ്രിയമുള്ളവരെ, എന്തിനു വേണ്ടി? നിങ്ങൾ വിജയിക്കാൻ വേണ്ടി. ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയണം. ആരുടെ മുമ്പിലൊക്കെ ഈ അശ്രദ്ധരാവാം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ ആയത്ത് വളരെ വിശാലമാണ്. ഞാൻ പറഞ്ഞു വന്നത് ദർശനം പോലും അടച്ചു. കാരണം ദർശനത്തിലൂടെയാണ് ആകർഷണം ഉണ്ടാകുന്നത്. ആകർഷണം വരുമ്പോഴാണ് സ്പർശിക്കാൻ തോന്നുന്നത്. ഇസ്ലാം സ്പർശനം ആദ്യം വിലക്കിയില്ല, മറിച്ച് അതിന്റെ കാരണങ്ങളെ വിലക്കി എന്നുള്ളത് ഇസ്ലാമിന്റെ മഹത്വമാണ്. നിങ്ങളൊരു സമയം വൈകുന്നുണ്ട്, നിങ്ങളെ യുദ്ധം കണ്ടാൽ എനിക്ക് അറിയപ്പെട്ട് വിരിക്കുന്നു. പക്ഷെ ഒരു സംഭവം കൂടെ പറയട്ടെ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യമാരോടൊപ്പം ഇരിക്കുകയാണ്. ആരൊക്കെയാ അവിടെയുള്ളത്? മൈമൂന റളിയല്ലാഹു അൻഹാ, ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹാ. രണ്ടുപേരോടൊപ്പം നബി തങ്ങൾ ഇരിക്കുമ്പോഴാണ് നബി തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബി രണ്ട് കണ്ണും കാണാത്ത
അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹത്തെ കണ്ടപ്പോൾ നിബിതങ്ങൾ ഭാര്യമാരോട് പറഞ്ഞു, രണ്ടാളും അകത്തേക്ക് പോ. രണ്ടാളും അകത്തേക്ക് പോ, ഉള്ളിൽ പോ. നിബിതങ്ങൾ രണ്ടു ഭാര്യമാരോട് പോകാൻ പറഞ്ഞു. ഈ രണ്ടു ഭാര്യമാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പ്രവാചകരെ, കണ്ണ് കാണാത്ത ആളല്ലേ, നിങ്ങൾക്ക് ഞങ്ങളെ കാണാൻ പറ്റൂലല്ലോ, ഞങ്ങൾ അങ്ങയോടൊപ്പം ഇരിക്കുന്നുണ്ട് എന്ന് ആൾക്ക് എങ്ങനെ അറിയാം? ഞങ്ങളെ കണ്ണ് കാണാത്ത ആളല്ലേ? ശരിയല്ലേ? തിരിച്ചൊരു ചോദ്യം നിബിതങ്ങൾ ചോദിച്ചു, ആളുടെ കണ്ണിലെ കുഴപ്പമുള്ളൂ, നിങ്ങൾ രണ്ടുപേരുടെയും കണ്ണിലൊരു കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് അയാളെ കാണാൻ പറ്റുമല്ലോ, അത് പാടില്ല, അത് പാടില്ല. നോക്കണം, ദർശനം വിലക്കിയ മതമാണ്. എന്നിട്ടല്ലേ ബാക്കിയൊക്കെ ഒരു പെണ്ണിനെ കണ്ട് ശൃംഗരിച്ച് വളച്ച് ഹറാമ വച്ച് ഇങ്ങനെ ഹറാമുകൾ ചെയ്തിട്ടാണോ പരിശുദ്ധ മതത്തിലേക്കാണ് കൂട്ടേണ്ടത്? അതാണോ ഇസ്ലാം പഠിപ്പിച്ച സംസ്കാരം? അപ്പൊ ഇസ്ലാം തീർത്തും കടുത്ത ഹറാമായി പരിചയപ്പെടുത്തിയ ഒരു കാര്യത്തെ ഇസ്ലാമിന്റെ പരിശ്രമത്തിൽ ജിഹാദിൽ ചേർത്ത് കെട്ടി ഇസ്ലാമിനെ പരിഹസിക്കാനും ആക്ഷേപിക്കാനും വലിയ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ആരൊക്കെ അന്വേഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെയും ഉണ്ടെന്ന് പറഞ്ഞ് സിദ്ധാന്തം പോലെ ഒരു 1000 ആവർത്തി പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ഇസ്ലാമിക വിരോധികൾ. ചിലർ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇത് ഏറ്റെടുത്തിരിക്കുന്നു. അതോടൊപ്പം ഇപ്പൊ പുതിയ ആരോപണങ്ങളും വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് മനസ്സിലാക്കണം, തട്ടമഴിപ്പിച്ചതും ഒന്നിച്ചിരുത്തിയതും മുസ്ലിംകളല്ല, മറിച്ച് സഭാ സ്കൂളുകളിലാണ്, കോളേജുകളിലാണ്. നമ്മുടെ ഇസ്ലാം പഠിപ്പിച്ച പരിശുദ്ധ തട്ടം എന്ന് പറയുന്ന ആ മക്കനെ പോലും മാറ്റിവെപ്പിച്ച് തട്ടമിട്ടവരെ പുറത്തിറക്കി മാറ്റി നിർത്തി സ്കൂളിൽ നിന്ന് മാറ്റിയതൊക്കെ സഭാ സ്കൂളുകളാണ്. മാത്രമല്ല, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ഈ ആശയത്തിനെതിരെ വത്തക്ക സമരം പോലും നടത്തപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ സങ്കടകരം. ഇസ്ലാം പറഞ്ഞ ഈ ആശയത്തിനെതിരെ വത്തക്ക സമരം, മാറിൽ വത്തക്ക വെച്ചുകൊണ്ട് സമരം നടത്തി നമ്മുടെ കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, അന്യ സ്ത്രീക്കും പുരുഷനും നിർലോഭം പ്രണയം പങ്കുവെക്കാനും തന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും പങ്കുവെക്കാനുള്ള പ്രണയ ദിനം എന്നതിന്റെ പേരിൽ ഫെബ്രുവരി 14 വാലന്റൈൻസ് ദിനം എന്ന് പറയുന്ന വൃത്തികെട്ട സംസ്കാരം തുടക്കം കുറിച്ചത് പോപ്പായിരുന്നു. ക്രൈസ്തവ പുരോഹിതൻ അവരുടെ മേലധ്യക്ഷനായിരുന്നു അനുവദിച്ചത് എന്നത് കൂടി ചേർത്ത് വായിക്കുമ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വൃത്തികേടുകള് ഈ സമുദായത്തിന്റെ മേലിൽ കെട്ടി ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് നിർലോഭം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ മനസ്സിലാക്കേണ്ടത് ലവ് കുരുക്ഷേത്രയും അതുപോലെ തന്നെ ക്രൈസ്തവർ ചെയ്യുന്ന ലവ് ഒരുപാടേറെയുണ്ട്. ഏറ്റവും പട്ടിക പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ മതം മാറ്റം നടത്തപ്പെടുന്നത്, പ്രണയവിവാഹം നടക്കുന്നത് ഈ മതത്തിൽ നിന്ന് അങ്ങോട്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നാലും പറയും ഈ സമുദായത്തിന്റെ നെഞ്ചത്തേക്കാണ്. പ്രിയമുള്ളവരെ, വിഷയം തീർന്നിട്ടൊന്നും ഒരുപാട് പറയാനുണ്ട്, പക്ഷെ സമയം വൈകിയതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കാര്യങ്ങൾ തിരിച്ചറിയാൻ, ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാണ്. നമ്മുടെ യുവ സമൂഹം ഇത് ഉണരണം. ഇതിങ്ങനെ എന്തെങ്കിലും പറയേണ്ട സമയമാണ് യജമാന്റെ മുമ്പോ ശേഷമുള്ള സമയം. അപ്പോഴേക്കും എല്ലാവരും എന്താ പറയുക, തീ പിടിച്ച വലിയ പോലെ ഓടാൻ നിന്ന പിന്നെ ആരോടാണെന്ന് പറയുക. ഇപ്പൊ ഈ 1-2 ആഴ്ചയിൽ കുറച്ച് ഒന്നും ഇരിക്കൂല. കാരണം അയാൾ എന്താ പറയുന്നത് നമുക്കറിയാം, അയാൾ വഴഞ്ചനായി. ഇതാണ് അവസ്ഥ. പിന്നെ ആരോട് പറയും? ആര് കേൾക്കാൻ ഈ സങ്കടങ്ങൾ, ഈ രോദനങ്ങൾ? ഒരാഴ്ചയിൽ ജുമാഅത്തിന് ഇത്തരം കാര്യങ്ങൾ, സമുദായത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ, സമുദായത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ സമയബന്ധിതമായി ഓർമ്മപ്പെടുത്തിയതിലേക്ക് ആളുകൾ ആകർഷിപ്പിക്കാനാണ് ജുമാഅ. സംസ്കരിക്കാൻ മാത്രമല്ല. അപ്പൊ അതുകൊണ്ട് ഒരു സഹോദരങ്ങളെ, നിങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങൾ ആളുകളൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഒന്നിച്ചിരുത്തുക. അതുപോലെ പല ഭാഗത്താണ് ജുമാ നടക്കുന്നത്. നമുക്ക് വൈകാതെ തന്നെ ഒന്നിച്ച് ജുമായാക്കി നമ്മുടെ ആശയങ്ങളൊക്കെ നമുക്ക് പറയാൻ കഴിയണം. നമ്മൾ ഒന്നിക്കണം, ഒറ്റക്കെട്ടായി നിൽക്കണം. അങ്ങനെ നമ്മുടെ അകത്തളങ്ങളിൽ വരെ നമ്മുടെ ശബ്ദങ്ങളും സന്ദേശങ്ങളും എത്തി നമുക്ക് ഒരു ആത്മീയമായ മുന്നേറ്റം നടത്താൻ കഴിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ, ഉമ്മത്തിനെതിരെയുള്ള കരുനീക്കങ്ങൾ അല്ലാഹു പരാജയപ്പെടുത്തട്ടെ. അല്ലാഹുവേ, പരിശുദ്ധ ഖുർആനിയത്തിനെ കെടുത്താൻ ആര് ശ്രമിച്ചാലും നടക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അത് കാണുമ്പോൾ ഞങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം അമ്മയുടെ ചോട്ടിൽ വാലുപെട്ട പൂച്ചയെ പോലെ ഞങ്ങളൊക്കെ പ്രയാസപ്പെടുകയാണ്. ഞങ്ങൾ ശബ്ദിച്ചാൽ അത് രാജ്യദ്രോഹമാകുന്നു, ക്രമസമാധാന ലംഘനമാകുന്നു. അല്ലാഹുവേ, ഞങ്ങൾക്കെതിരെ ആരെന്ത് വിഷം തുപ്പിയാലും അതിനെതിരെ കേസില്ലാത്ത അവസ്ഥകൾ വരുന്നു.
ഞങ്ങൾക്കെതിരെ അക്രമികളാണ് ഭരിക്കുന്നത്. അല്ലാഹുവേ, ഞങ്ങളോട് കരുണയില്ലാത്തവരാണ് ഞങ്ങൾ നിയന്ത്രിക്കുന്നത്. ഞങ്ങളെ നീ കൈപിടിയല്ല റബ്ബേ. ഉമ്മത്തിനെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മഹല്ലത്തിലെ ഉമ്മത്തിലെ ഐക്യം സ്നേഹം നൽകണേ അല്ലാഹ്. ജന്നാത്തുൽ ഫിർദൗസ് ഞങ്ങളുടെ കുടുംബസമേതം ചേർക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما